ഉം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായം 18 മുതലുള്ള തിരുവചനങ്ങൾ. യേശുക്രിസ്തുവിൻ്റെ ജനനം ഇപ്രകാരമായിരുന്നു. അവൻ്റെ മാതാവായ ജോസഫും മറിയവും തമ്മിലുള്ള വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കെ അവർ സഹവസിക്കുന്നതിന് മുമ്പ് അവൾ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകയാലും അവളെ അപമാനിതയാകാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവൻ ഇതേക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കെ കർത്താവിൻ്റെ ദൂതൻ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവനോട് പറഞ്ഞു, ദാവീദിൻ്റെ പുത്രനായ ജോസഫ്, മറിയത്തെ ഭാര്യയായി സ്വീകരിക്കാൻ ശങ്കിക്കേണ്ട. അവൾ ഗർഭം ധരിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിൽ നിന്നാണ്. അവൾ ഒരു പുത്രനെ പ്രസവിക്കും. നീ അവനെ യേശു എന്ന് പേരിടണം. എന്തെന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച ഒരു പുത്രനെ പ്രസവിക്കും. ദൈവം നമ്മോടുകൂടി എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്നവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളിച്ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. ജോസഫ് നിദ്രയിൽ നിന്നുണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ പ്രവർത്തിച്ചു. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. ഇന്നേ ദിവസം യൗസേപ്പിതാവിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ധ്യാനിക്കാം. നമുക്ക് മാതൃകയാക്കാൻ പറ്റിയ വ്യക്തിത്വമാണ് യൗസേപ്പിതാവിൻ്റേത്. ഒന്നാമതായി, യൗസേപ്പിതാവിൻ്റെ കരുണ. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ദൈവത്തിൻ്റെ കരുണ നാം എത്രമാത്രം സ്വീകരിച്ചിട്ടുണ്ടോ അത്രയും കരുണ നാം മറ്റുള്ളവരോടും കാണിക്കാൻ കടപ്പെട്ടവരാണ്. പരിശുദ്ധ മറിയം പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. എന്നാൽ യൗസേപ്പിതാവ് ഇത് അറിയുന്നില്ലല്ലോ. അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കാൻ ഇഷ്ടപ്പെടായകയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അവിടെയാണ് യൗസേപ്പിതാവിൻ്റെ കരുണ പ്രകടമാകുന്നത്. ഈശോ പോലും അഭ്യസിച്ചത് ഈ കരുണയായിരിക്കാം. മത്തായി 5:48. അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ലൂക്ക 6:36. നിങ്ങളുടെ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നതുപോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ. ദൈവത്തിൻ്റെ പരിപൂർണത ദൈവത്തിൻ്റെ കരുണയാണ്. യൗസേപ്പിതാവിൻ്റെ മറ്റൊരു ഗുണമാണ് ആലോചന. യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടായപ്പോഴും അദ്ദേഹം കുലുങ്ങാതിരുന്നത് ദൈവത്തോട് ആലോചന ചോദിച്ചതുകൊണ്ടാകാം. സുഭാഷിതങ്ങൾ 11:12. ആലോചനാശീലമുള്ളവൻ നിശബ്ദത പാലിക്കുന്നു. സുഭാഷിതങ്ങൾ 13:16. വിവേകി എന്തും ആലോചനയോടെ ചെയ്യുന്നു. സുഭാഷിതങ്ങൾ 20:18. ആലോചനയുടെ പദ്ധതി തയ്യാറാക്കുക. പ്രഭാഷകൻ 22:17. ബുദ്ധിപൂർവമായ ആലോചന കൊണ്ട് ദൃഢമായ മനസ്സ് ഏത് വിപത്സന്ധികളിലും കുലുങ്ങുകയില്ല. പ്രഭാഷകൻ 32:19. ആലോചന കൂടാതെ ഒന്നും പ്രവർത്തിക്കരുത്. നിയമാവർത്തനം 32:28. ആലോചനയില്ലാത്ത ഒരു ജനമാണവർ, വിവേകം അവർക്കില്ല. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളിൽ ഒന്നാണ് ആലോചന. ജ്ഞാനവും ബുദ്ധിയും ആലോചനയും അറിവും ധൈര്യവും ദൈവഭക്തിയിലും ദൈവഭയത്തിലും വളരുവാൻ നമ്മെ സഹായിക്കുന്നു. മൂന്നാമതായി, യൗസേപ്പിതാവിൻ്റെ ഒരു ഗുണമാണ് യൗസേപ്പിതാവിൻ്റെ ഉറക്കം, നിദ്ര. യൗസേപ്പിതാവിൻ്റെ ഉറക്കത്തിലൊക്കെ യൗസേപ്പിതാവ് സ്വപ്നം കാണുകയാണ്. ഉറക്കത്തിനായി പ്രാർത്ഥിക്കാൻ പറ്റിയ ദൈവവചനമാണ് സങ്കീർത്തനം 34:7. കർത്താവിൻ്റെ ദൂതൻ ദൈവഭക്തരുടെ ചുറ്റും പാളയമടിച്ച് അവരെ രക്ഷിക്കുന്നു. സുഭാഷിതങ്ങൾ 3:24. നീ നിർഭയനായിരിക്കും, നിനക്ക് സുഖനിദ്ര ലഭിക്കുകയും ചെയ്യും. നമ്മിലേക്ക് കടന്നു വന്നിട്ടുള്ള നെഗറ്റീവ് എനർജികളെ ഈശോയുടെ തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കണമേ എന്ന് യൗസേപ്പിതാവിൻ്റെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിക്കാം. നാലാമതായി, കാവൽ ദൂതന്മാരുടെ സംരക്ഷണം. എപ്പോഴും ദൂതന്മാരാണ് യൗസേപ്പിതാവിനെ നയിച്ചുകൊണ്ടിരുന്നത്. സങ്കീർത്തനം 91:11-12. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ചുരുക്കത്തിൽ, യൗസേപ്പിതാവിൻ്റെ കരുണ ദൈവപിതാവിൻ്റെ ദാനമാണ്. അത് നാം ജീവിതത്തിൽ പകർത്തണം. എല്ലാം ആലോചനയോടെ ചെയ്യുക. അത് പരിശുദ്ധാത്മാവിൻ്റെ ദാനമാണ്. കാവൽ ദൂതന്മാരുടെ സംരക്ഷണം വിളിച്ചപേക്ഷിച്ച് കിടന്നുറങ്ങുക. നല്ല സ്വപ്നങ്ങൾ കാണാം. അത് അനുഗ്രഹമാകും. നമ്മുടെ കത്തോലിക്ക വിശ്വാസ യാത്രയിൽ മാതാവിൻ്റെയും യൗസേപ്പിതാവിൻ്റെയും മാധ്യസ്ഥം തേടാം. അവർ നമുക്ക് കൂട്ടായിരിക്കും, കാവലായിരിക്കും. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.